ബിഗ് ബോസ് മലയാളം സീസൺ 6 58ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബിഗ് ബോസിന്റെ ആരാധകരെല്ലാവരും കാത്തിരുന്ന ഒരു നല്ലൊരു എപ്പിസോഡിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്നലത്തെ ഏഷ്യാനെറ്റിന്റെ ആ ഒരു പ്രമോ കണ്ട് സാബുമോൻ വീട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പം എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാം സാബുമോൻ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗെയിമിങ്ങിനോ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ടന്റിന്റെ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സാബുമോന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിലവിൽ ആ വീട്ടിലുള്ളവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാബുമോൻ വന്ന ആ ഒരു ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിൽ ജസ്റ്റ് അദ്ദേഹത്തിന്റെ ആ ഒരു ബിഹേവിയറും അദ്ദേഹത്തിന്റെ ആ ഒരു പ്ലാനിങ്ങും ഒക്കെ കാണുമ്പോൾ തന്നെ നിലവിൽ ആ വീട്ടിലുള്ളവരെക്കാളും എത്രയോ ബെറ്റർ ആണ് ഇവരൊക്കെ ഉള്ളത് എന്നുള്ള ഒരു ഫീല് വരുന്നുണ്ടായിരുന്നു. വെറുതെ അല്ല ടൈറ്റിൽ വിന്നറായിട്ട് സാബുവിനെയൊക്കെ സെലക്ട് ചെയ്തത്, കാരണം അത്രയ്ക്കൊരു മൈൻഡ് വെച്ചിട്ട് ഒരു ഗെയിം പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആളാണ്. ഓഫ്കോഴ്സ് ഒരു പ്രാങ്സ്റ്റർ ആണ് സാബുമോൻ, അതുപോലെ രസികനാണ്, കോമഡി പ്രോഗ്രാംസ് ചെയ്യുന്ന ആളാണ്, ആക്ടറാണ്. അപ്പോൾ അത്തരം ഒരുപാട് സവിശേഷതകളുള്ള സാബുമോൻ ആ വീട്ടിലേക്ക് വന്നപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു ഗെയിം അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ സെലക്ഷൻ ഒട്ടും മോശമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നല്ലൊരു ഓപ്ഷൻ തന്നെയായിരുന്നു. കാരണം ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു നല്ല കണ്ടന്റുകൾ ഒന്നും തന്നെ കിട്ടുന്നില്ല. റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റുകൾ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ജാസ്മിൻ ഗബ്രി, അതുപോലെ നോറയുടെ കരച്ചില്, ജിൻഡോയുടെ കുറച്ച് പ്രശ്നങ്ങൾ, അൻസിബയുടെ കുറച്ച് കുത്തിത്തിരിപ്പുകൾ, ഇതിനപ്പുറം പ്രത്യേകിച്ചൊരു നല്ല കണ്ടന്റുകൾ പ്രേക്ഷകരിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അതിൽ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ സാബുമോനൊക്കെ വന്ന ആ ഒരു എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ലൈവിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മിസ് ചെയ്തതായിട്ട് എപ്പിസോഡ് കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നോറയുടെ ഈ പറയുന്ന കുറച്ചൊരു കരയുന്ന കുറച്ച് സീനുകളും അതുപോലെ സ്ഥിരമായിട്ടുള്ള ആ ഒരു വിക്ടിം കാർഡ് ഇറക്കുന്ന ആ ഒരു രീതിയും ഒക്കെ വീണ്ടും എപ്പിസോഡിലേക്ക് ആഡ് ചെയ്തു. അതൊരു അനാവശ്യമായിട്ട് ഫീൽ ചെയ്തു. നോറയുടെ ആ ഒരു ഗെയിമിനെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു രീതി ആയിരുന്നിരിക്കണം. പക്ഷെ എനിക്കത് പേഴ്സണലി തോന്നി ബിഗ് ബോസ് പ്ലസിലേക്ക് അത് ആഡ് ചെയ്തിട്ട് ബിഗ് ബോസിന്റെ മെയിൻ എപ്പിസോഡിൽ സാബുവിന്റെ അവരുടെ ഒരു ടാസ്ക് റിലേറ്റഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് കണ്ടന്റുകൾ കിട്ടണം തോന്നി. കാരണം പ്രേക്ഷകർക്കും വളരെയധികം ബോർ അടിക്കുന്നതാണ് മറ്റ് നോറയുടെയും ജിൻഡോയുടെയും ജാസ്മിന്റെയും ആ സ്ഥിരം റിപ്പീറ്റഡ് കണ്ടന്റുകളൊക്കെ. അപ്പൊ അത്തരത്തിലൊരു ഫീല് തോന്നിയിരുന്നു. പക്ഷെ ഈ വിക്ടിം കാർഡ് ഇറക്കി തന്നെ നോറ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കായിരുന്നു. ഗസ്റ്റിനെ എല്ലാവരും ഇംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ജിൻഡോ ഗസ്റ്റിനെ ആയിട്ട് സംസാരിക്കുന്ന ഒരു ടൈം കഴിഞ്ഞ് ജിൻഡോ അങ്ങ് പോകുമ്പോൾ നോറ അവിടെ പറയുന്നത് കണ്ട് അത്രയ്ക്ക് വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സാബുവിനോട് ഒരു ഇത് പറയാണ്. കാരണം പേഴ്സണലി നോറയ്ക്ക് ജിൻഡോയോടും ജാസ്മിനോടൊക്കെ ഒരു താല്പര്യക്കുറവ് തന്നെയാണ്. അപ്പൊ സാബുമോൻ ഇത് മനസ്സിലാക്കിയിട്ടാണോ എന്ന് അറിയില്ല. പുള്ളി സാബു നല്ല രീതിയിൽ അതിനൊരു മറുപടി കൊടുക്കുകയും നോറയ്ക്കിട്ട് അതൊരു അടിയായി പോയ പോലെ ഒരു ഫീല് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ട് അത്തരം സിറ്റുവേഷൻസ് ഒക്കെ സാബു ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിരിക്കാനുള്ള ഒരു അതിൽ കിട്ടിയ ഒരു ഫാക്ടർ എന്നുള്ളത് പറയുന്നത്. ഗസ്റ്റിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പലവിധ പണികളും എല്ലാവരും ഒപ്പിക്കുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തില് ജിൻഡോ ഒപ്പിച്ചുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളും ഹൈലൈറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് ആരെങ്കിലും പുതുതായിട്ട് പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ജാസ്മിനും ജിൻഡോയും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ അടുത്ത് പോയി ഇരുന്ന് കൊണ്ടിട്ട് ജസ്റ്റ് സംസാരിച്ച് ഓരോന്ന് ഇട്ട് കൊടുത്ത് ഇവർക്ക് പുറമെ എന്താണ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരുടെ ഗെയിം പുറമെ എന്ത് രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ അറിയാനുള്ള ആ ഒരു ആകാംക്ഷ അത് വല്ലാതെ ഉണ്ടാവാറുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും. ജിൻഡോയ്ക്ക് കുറച്ചധികം കൂടുതലാണ് അതെന്ന് തോന്നിയിട്ടുണ്ട്. ഇത്തവണത്തെ വൈൽഡ് കാർഡ്സിന്റെ ഇത് വന്നപ്പോഴാണെങ്കിൽ പോലും ഓരോരുത്തരുടെ അടുത്ത് മാറി മാറി ഇരുന്ന് സംസാരിച്ച് ഓരോന്ന് ഇട്ടുകൊടുത്ത് അവരുടെ ഭാഗത്തു നിന്നും പുള്ളിയുടെ ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്ന ഒരു രീതി അത് സാബുവിന്റെ അടുത്തും പുള്ളി ട്രൈ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാനാണ് ഈ വീട്ടിലെ അടിപൊളി ഗെയിമർ, ഞാനാണ് ഇപ്പൊ ഏറ്റവും മികച്ച ഗെയിമർ എന്നൊക്കെയുള്ള രീതിയിൽ ഹിന്റുകൾ സാബുവിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ സാബു അതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ സാബുവിന് സിഗരറ്റ് വേണമെന്നൊക്കെ പറഞ്ഞപ്പം വളരെ ആത്മാർത്ഥതയോടെ തനിക്ക് കിട്ടുന്ന റേഷനിലെ 20 സിഗരറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ജിൻഡോയുടെ സിഗരറ്റിന്റെ റേഷൻ 10 സിഗരറ്റാക്കി കട്ട് ചെയ്ത് ലാലേട്ടന് ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു 10 സിഗരറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്ന ജിൻഡോയ്ക്ക് ഒരു വെല്ലുവിളി പോലെയായിരുന്നു സാബുവിന്റെ ആ ഒരു ചോദ്യം. പക്ഷെ ആ ഒരു സമയത്ത് ഇംപ്രസ് ചെയ്യാതിരിക്കാനും വയ്യ. ഒരുപാട് നേട്ടങ്ങൾ സാബുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടണമല്ലോ. അതുകൊണ്ടിട്ട് തന്റെ റേഷൻ
സാക്രിഫൈസ് ചെയ്തുകൊണ്ടിട്ട് അവിടെ ഒരു നല്ല ഒരു നന്മമരമാവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോ. ജിൻഡോ പറയണ്ടായി, സാർ ഇനിയും ചോദിച്ചാൽ ഞാൻ ഇനിയും എൻ്റെ ഇതിൽ നിന്ന് റേഷൻ തരും. അപ്പൊ ആ ഒരു ടൈമില് സാബു ജിൻഡോയെ കൊണ്ടിട്ട് ഒരു ഇത് ചെയ്യിച്ചു. ഇത്തരത്തിലുള്ള കുട്ടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സാബു അവിടെ ആ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് രസകരമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ജിൻഡോയോട് സാബു പറഞ്ഞു, ക്യാമറയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് സിഗരറ്റ് വേണമെന്ന് ആവശ്യപ്പെടുക, അപ്പൊ ക്യാമറ എന്താണോ റിയാക്ട് ചെയ്യുന്നത് അത് എന്നോട് വന്ന് പറയുക, ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ പൊക്കോ കിട്ടില്ല എന്നും ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ കിട്ടും എന്നതുമായിരിക്കും റിയാക്ഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് സാബു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അത് വിശ്വസിച്ചിട്ട് തന്നെയാണ് ജിൻഡോ അവിടെ പോയി അങ്ങനെ അത്തരത്തിൽ ക്യാമറയോട് ചോദിക്കുന്നതും. ലാസ്റ്റ് ക്യാമറ തരില്ല എന്ന് പറയുമ്പം ജിൻഡോ പറയുന്നുണ്ട്, എൻ്റെ സിഗരറ്റ് ഞാൻ തരും എൻ്റെ ഗസ്റ്റിന് എന്നുള്ള രീതിയിൽ ജിൻഡോ അവിടെ ഒരു ഇംപ്രഷനൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ജിൻഡോയുടെ ഫുഡിനെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിലുള്ള കമന്റുകൾ സാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാബു ആ വീട്ടിലേക്ക് വന്ന സമയത്ത് ബിഗ് ബോസ് സാബുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ബിഗ് ബോസ് സീസൺ 1 ടൈറ്റിൽ വിന്നർ മാത്രമല്ല, ഒരു പ്രാങ്സ്റ്റർ ആണ്, അതുപോലെ രസികനാണ് എന്നൊക്കെ തരത്തിൽ കുറച്ച് ടാഗ് ലൈൻസോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളെയും ആ വീട്ടിലേക്ക് കയറ്റി വിടുമ്പോൾ ഓരോ തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാവും, അല്ലെങ്കിൽ ഇന്ന തരത്തിൽ അവിടെ ചെയ്യണം. ഇപ്പം രതീഷിന്റെ അടുത്തൊക്കെ കഴിഞ്ഞ വീക്ക് രതീഷിനെ ഗസ്റ്റ് ആയിട്ട് വിടുന്ന സമയത്ത് രതീഷിനോട് പറഞ്ഞിരുന്നത് എന്റർടൈൻ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുക എന്നുള്ളതായിരുന്നു രതീഷിന് കൊടുത്തിരുന്ന ടാസ്ക്. അതുപോലെ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം സാബുവിന് കൊടുത്തിട്ടുള്ളത് ഒരു പ്രാങ്ക് സെറ്റ് ചെയ്ത് ഒരു അവിടെ മൊത്തത്തിലുള്ള ഒരു സേഫ് ഗെയിമേഴ്സിനെയൊക്കെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ള തരത്തിലുള്ള ഒരു ടാസ്ക് ആയിരിക്കണം സാബുവിന് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ സാബു പക്ഷെ വിചാരിച്ചത് നോറയാണ്, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന പോലെ നോറയ്ക്ക് വെച്ചത് കൊണ്ടത് ഋഷിക്കാണ്. അവിടെ ഒരു പ്രാങ്ക് സെറ്റ് ചെയ്യാണ്. എന്റർടൈൻമെന്റ് ടീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാബു ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ഒരു പ്രാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. അതിനുള്ള ചില കാര്യങ്ങൾ അവിടെ ഇവിടെ നിന്നുകൊണ്ട് നോറയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നീട് അത് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് 4 പേരും കൂടെ കയറി പിടിച്ചത് മറ്റൊരു രീതിയിലേക്ക് എത്തിക്കാൻ നോക്കുന്നതിനിടയിൽ ഋഷി ഹെഡ് ചെയ്ത് ഋഷിക്കാണ് ആ ഒരു പ്രാങ്ക് കൊണ്ടത്. നോറ ഒട്ടും ട്രിഗേർഡ് ആവുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വീക്ക് മുതൽ നോറ പറയുന്നുണ്ട്, എന്നെ പലരും ട്രിഗർ ചെയ്യാൻ നോക്കിയാലും ഞാൻ ട്രിഗർ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് നോറ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ടൈമിലും ഋഷി ഹെഡ് ചെയ്ത് കയറി എടുക്കുകയും പിന്നീട് അതിൽ വലിയ രീതിയിലുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്സരയും ഋഷിയും തമ്മിൽ നേരത്തെ ഇതിനു മുമ്പും കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്സര ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജിൽ നിന്ന് പുറത്തു വന്നതായും ഋഷിയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു വിഷയം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളുടെ ഇടയിൽ ഋഷിയാണ് ആദ്യം അപ്സരയുടെ ആക്ടിങ്ങിന്റെ കാര്യത്തെ പറ്റിയിട്ട് മെൻഷൻ ചെയ്ത് പറയുന്നത്. ഭയങ്കര ആക്ടിങ് ആണ്, ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്സരയോട് പറയുന്ന സമയത്ത് അപ്സര തിരിച്ചും അതേ രീതിയിൽ നീ ഒട്ടും ആക്ട് ചെയ്യുന്നില്ലല്ലോ എന്ന തരത്തിൽ ഒരു കാഷ്വൽ ടോക്ക് ആയിരുന്നു അത്. പക്ഷെ അത് ഋഷി അതിനെ എടുത്തത് മറ്റൊരു തരത്തിലാണ്. ഋഷിയുടെ ആക്ടിങ് കരിയർ കൊള്ളില്ല എന്ന തരത്തിലേക്ക് പറയുകയുണ്ടായി. പിന്നീട് ഇത് പ്രാങ്ക് ആണെന്നൊക്കെ പറയുന്ന സമയത്തും ഋഷി എൻ്റെ ആക്ടിങ്ങിനെ പറ്റിയിട്ട് അവൾ പറഞ്ഞു, 8-9 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ്, എങ്ങനെ എന്നെ പറ്റി പറയാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരാവശ്യമില്ലാത്ത രീതിയിൽ ആ ഒരു എപ്പിസോഡിന്റെ മൊത്തം രസം അതൊരു പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അത് അവിടെ തീർന്നിരുന്നെങ്കിൽ നല്ല രസമായേനെ. പക്ഷെ അത് പിന്നീട് കണ്ടിന്യൂ ചെയ്തു പോകുമ്പോഴും സാബു അത് കയറി സംസാരിക്കുന്നുണ്ട്, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും സാബുവിനൊരു റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിൽ വീണ്ടും ഋഷി അതിനെ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു മോശമായിട്ടുള്ള ഒരു കാര്യം പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലൊരു ബഹളം തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും നേരം ആ ഒരു എപ്പിസോഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് മൊത്തം ആ ഒരു നിമിഷം ഇല്ലാണ്ടായ പോലെ ഫീൽ ചെയ്തു. പക്ഷെ അതിന്റെ ഒക്കെ ഇടയിലും ബാക്കിയുള്ള ടീമുകളൊക്കെ ഗസ്റ്റിനോട് കയറി ഓവറായിട്ട് ഇന്ററാക്ട് ചെയ്ത്, നോർമലി ഒരു ഹോട്ടലിൽ ഒരു ഗസ്റ്റ് ആയിട്ട് ചെല്ലുന്ന സമയത്ത് ഹോട്ടലിലെ ബാക്കിയുള്ള ജീവനക്കാരോ അല്ലെങ്കിൽ ഹോട്ടൽ ഉടമകളൊക്കെ ഫുൾ ടൈം ഈ ഗസ്റ്റിന്റെ പുറകെ ഇങ്ങനെ നടക്കാന്ന് പറയുന്നത് ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് ബാക്കി ടീമുകളൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്തും മാന്യമായിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ കിച്ചൺ ടീമും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹൗസ് കീപ്പിംഗ് ജാസ്മിന്റെയും സിജോയുടെയൊക്കെ ആ ഒരു ടീമും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീരേഖനെയൊക്കെ സെക്യൂരിറ്റി ആയിട്ട് ഇട്ടിരിക്കുകയായിരുന്നു. ശ്രീരേഖ അവിടെ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ നോക്കാതെ തന്റെ അഭിനയ പാടവം കൊണ്ടും അല്ലെങ്കിൽ പാട്ട് പാടാൻ പറ്റുന്ന ആ ഒരു കഴിവൊക്കെ വെച്ച് പിടിച്ചു നിർന്ന് അത് വെച്ചിട്ട് പോയിന്റ്സ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ശ്രീരേഖ ചിന്തിക്കുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിൽ അതിനെ എങ്ങനെ കണ്ടന്റ് ആക്കാം എന്നുള്ളത്
അത് ശ്രദ്ധിക്കുന്നില്ല. വലിയ പണിയില്ലാത്ത കാര്യമാണ് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നതെങ്കിൽ പോലും അതിൽ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്ന ഒരു ചാലഞ്ച്. പക്ഷെ അതിനെ ആ ഒരു രീതിയിൽ അവർ എടുക്കാൻ ശ്രമിക്കുന്നില്ല. എന്തായാലും സിജോയും ജാസ്മിനും നല്ല അടിപൊളിയായിട്ട് നല്ല വെൽ ബിഹേവ്ഡ് ആയിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ അവസാനം വന്നപ്പോൾ ആ ഒരു കോയിൻസ് കൊടുക്കുന്ന ആ ഒരു ടൈം ആയപ്പോൾ, കോയിൻസിനെ കൗണ്ട് ചെയ്യുന്ന ടൈം ആയപ്പോൾ കുക്കിംഗ് ടീമിന് 110 പോയിന്റ്സും അതുപോലെ ഹൗസ് എന്റർടൈൻമെന്റ് ഒക്കെ സാബു വന്നപ്പം മുതൽ അവരുടെ പുറകെ നടന്ന് അതും ഇതും പറഞ്ഞ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു എന്റർടൈൻമെന്റ് ടീമും ഹൗസ് കീപ്പിംഗ് ടീമും വാങ്ങിയത് ഒരേ പോയിന്റുകളായിരുന്നു. 100 പോയിന്റ്സ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പവർ ടീമിനാണ് പോയിന്റ്സ് ഒന്നും കിട്ടാതിരുന്നത്. ഇനിയിപ്പോൾ പവർ ടീമിന് അങ്ങനെ കിട്ടില്ല എന്നുള്ളതാണോ റൂൾ എന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഇപ്പോൾ ഇത് 3 ദിവസത്തേക്കായിരിക്കും ഈ ഒരു ടാസ്ക് ഉണ്ടാവുക. ആദ്യത്തെ ദിവസം സാബു വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഇനി 2 പേരെ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. സെക്കൻഡ് ഡേ ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ പ്രമോ വന്നിരിക്കുന്നത് ശ്വേത മേനോൻ വീട്ടിലേക്ക് വരുന്നതായിട്ടാണ്. അപ്പൊ സെക്കൻഡ് ഡേ ശ്വേത മേനോന്റെ വേറൊരു രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ ഫസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്ന ശ്വേത മേനോന്റെ ഒരു അപ്രോച്ച് അല്ല, മറ്റൊരു തരത്തിലുള്ള ഒരു അപ്രോച്ച് ആണ്. അത് കൂടാതെ ശ്വേതയ്ക്ക് എന്തോ ഒരു സീക്രട്ട് ടാസ്ക് വേറെ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇതാണ് പ്രമോയിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഇനി ഒരു ദിവസം കൂടി ഉണ്ടാവും ഈ ഒരു ടാസ്ക്. അപ്പൊ ആ ഒരു ദിവസം കൂടെ ഒരു ഗസ്റ്റും കൂടെ ഉണ്ടാവും. അത് ആരാണെന്ന് അറിയില്ല. അതിനുള്ള ഹിന്റുകളൊന്നും ഇതുവരെ ഏഷ്യാനെറ്റോ ഹോട്ട്സ്റ്റാറിൽ നിന്നൊന്നും ലഭിച്ചിട്ടില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു നല്ല അത്യാവശ്യം മോശമല്ലാത്ത, സ്ഥിരമായിട്ട് കണ്ടതിൽ നിന്നൊരു മടുപ്പ് പ്രേക്ഷകർക്ക് മാറ്റുന്ന തരത്തിലുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്.